ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കുറെ കൊല്ലം പിന്നിലേക്ക്. എന്ത് കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അതെ ഏട്ടനുള്ളതാണ്. എന്റെ സുതിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം. എന്റെ സുതിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുതിച്ചേട്ടനുണ്ട്. കട്ടിലിന്റെ ഇടയിൽ ഒരു പീസ് കിടപ്പുണ്ട്. അതിനെത്രയും പെട്ടെന്ന് മുറിയിലെടുത്ത് മാറ്റിയേ. എന്തോ നീ തപ്പുന്ന? ട്രോഫി കാണിക്കട്ടെ. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയോ? പാട്ട് പാടിയോ? ബെസ്റ്റ്. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. 10,000 ട്രോഫികളുണ്ടോ? അതെ. ട്രോഫി അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും കട്ടിലിനടിയിലൊക്കെ വെച്ചിരിക്കുന്നത്. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. കുറെ ട്രോഫികൾ. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഈ ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ കൊച്ചു കാണിക്കുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ കാണണം. അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയെ പറ്റിയും കൂടെ അറിയണമല്ലോ, അതെവിടെ ഇരിക്കുന്നതെന്ന്. എന്റെ അമ്മേന്റെ ട്രോഫി കാണിച്ചു. എല്ലാരും വിളിച്ചു. ഓഹോ, ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. രേണുവിനെ പോലെ കഴിവുള്ള യുവ നടിമാരുടെ ഒക്കെ ട്രോഫികൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ടല്ലോ. ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന, എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു രണാസുനിക്ക് കിട്ടിയ ട്രോഫികൾ. അച്ഛന് കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിൽ. കൊള്ളാം. ഞാൻ പോണേണ് വെറുതെ എന്തിനാണോ. ഏത് വെടലകളാണ്, എന്തിന്റെ പേരിലാണ്, ആൾക്കാരെ വെറുപ്പിച്ചതിന്റെ പേരിലാണോ ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്റെ സുതിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുതിച്ചേട്ടനുണ്ട്. സുതിച്ചേട്ടൻ കട്ടിലിന്റെ അടിയിലുണ്ട്. എന്താ ഒരു അഭിനയം. അങ്ങേരുടെ കഴിവ് കൊണ്ട് കയറി വന്ന് അങ്ങേർക്ക് കിട്ടിയ പുരസ്കാരം, ആ പുരസ്കാരങ്ങൾ എടുത്ത് കട്ടിലിന്റെ അടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിനായിരിക്കും തുല്യം.